ഇന്നത്തെ അറിയിപ്പുകൾ. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ ക്ഷീരദീപം പദ്ധതിയിലെ വിദ്യാഭ്യാസ ധനസഹായത്തുക 1000 രൂപ കൂടി കൂട്ടും. തുക കൂട്ടാനുള്ള ക്ഷേമനിധി ബോർഡ് തീരുമാനത്തിന് സർക്കാർ അംഗീകാരം നൽകി. ക്ഷീരകർഷക ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 10ാം ക്ലാസ് മുതൽ PG വരെ മികച്ച വിജയം നേടിയവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിലവിൽ അനുമതി നൽകിയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും ധനസഹായത്തുക വർദ്ധിക്കും. 10ാം ക്ലാസ്സിൽ 1000 രൂപ, +2 1500 രൂപ, ബിരുദം 2000 രൂപ, PG പ്രൊഫഷണൽ ബിരുദം 2500 രൂപ എന്നിങ്ങനെയാണ് നിലവിലെ ധനസഹായം. ഡിപ്ലോമ, ITI, TTC തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് 1750 രൂപയും ധനസഹായം നൽകുന്നുണ്ട്. എല്ലാ ആനുകൂല്യത്തിനും 1000 രൂപയുടെ വർധനയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിക്ഷേപ പദ്ധതികളിലെ പലിശ നിരക്കുകൾ പുതുക്കി KSFE. ജനറൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ചിട്ടി പ്രൈസ് മണി ഡെപ്പോസിറ്റ്, ഷോർട്ട് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളിലാണ് മാറ്റം. സാധാരണ സ്ഥിര നിക്ഷേപം, ചിട്ടിപ്പണ നിക്ഷേപം തുടങ്ങിയവയ്ക്ക് 1 വർഷത്തേക്ക് 8.50%, 1 വർഷം മുതൽ 2 വർഷത്തേക്ക് 8%, 2 വർഷം മുതൽ 3 വർഷത്തേക്ക് 7.75%, പലിശ നിരക്ക് ഉയർത്തിയത്. ചിട്ടിയുടെ മേൽ ബാധ്യതയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.75%-ൽ നിന്ന് 9%. കൂടാതെ 11 മുതൽ 364 ദിവസത്തിനുള്ള ഹ്രസ്വകാല നിക്ഷേപം 5.50%-ൽ നിന്ന് 6.50% പലിശ നിരക്ക് ഉയർത്തിയിട്ടുണ്ട്. വന്ദനം നിക്ഷേപ പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർക്ക് നിലവിൽ ലഭിക്കുന്ന 8.75% പലിശ നിരക്കിൽ മാറ്റമില്ല. എന്നാൽ നിക്ഷേപകരുടെ പ്രായപരിധി 60 നിന്ന് 56 വയസ്സാക്കി കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മെയ് 18 മുതൽ 20 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. 2025-26 അധ്യയന വർഷത്തെ MBA, LLB കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്ക് മെയ് 19 ഉച്ചയ്ക്ക് 12 മണിവരെ അപേക്ഷിക്കാം. KMAT പരീക്ഷ മെയ് 31-നും LLB പ്രവേശന പരീക്ഷ ജൂൺ 1-നും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരളത്തിൽ മെയ് 18 മുതൽ 21 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 20-ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ അറബിക്കടൽ, മാലിദ്വീപ്, കന്യാകുമാരി മേഖല, ആൻഡമാൻ കടൽ, ആൻഡമാൻ ദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ കൂടുതൽ ഭാഗങ്ങളിലും ആൻഡമാൻ ദ്വീപുകൾ, ആൻഡമാൻ കടൽ എന്നിവയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിലും കാലവർഷം വ്യാപിച്ചതിന്റെ ഫലമായി കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം.